തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്തുവാണോ എന്നെ കുറിച്ച് കരുതിയത്? താൻ ഒപ്പിട്ട് തന്നില്ലെങ്കിലേ ഹൈടെക് സിറ്റിയുടെ 500 കോടിയുടെ പ്രൊജക്ട് ഈ പ്രണവ് ഗോപനാഥിന് കിട്ടത്തില്ലെന്നാണോ? ഈ ശിവാനി ആരാണെന്ന് നിങ്ങൾക്കറിയോ? ശക്തിയാണ് ശക്തി, പ്രണവിന്റെ ശക്തി. ഞാൻ കൂടെ ഉള്ളിടത്തോളം കാലം പ്രണവിന് ഒരിടത്തും തോറ്റു പിന്മാറേണ്ടി വരില്ല. അന്യാധീനമായിട്ട് കൈവശപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ നഷ്ടപ്പെടുന്ന എന്റെ ഫ്രസ്ട്രേഷനിലാണ് താനെന്ന് എനിക്ക് നന്നായിട്ട് അറിയണോ. വലിയ കോൺട്രിബ്യൂഷനോ താൻ വന്ന് നിന്ന് നടത്തി തരണോന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ തള്ളയോട് പറഞ്ഞത് ഇവരുടെ പുഞ്ഞാരുടെ മോന്റെ കയ്യിൽ നിന്ന് ഒരു ഒപ്പിട്ട് വാങ്ങി തരണമെന്ന് മാത്രമാണ്. അപ്പൊ എന്നെ പുച്ഛിച്ചു, പരിഹസിച്ചു. ഞാൻ നിങ്ങളെ പോലെ തെരുവി കിടക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. നോക്ക്, വിജയിച്ചു വന്ന് നിൽക്കുക ഞാൻ. ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്ക് പ്രണവേ. ഇതെന്തുവാണെന്നറിയാമോ? ശിവാനി എന്റർപ്രൈസസിന്റെ പേരില് പ്രണവ് ഗോപിനാഥ് ഹൈടെക് സിറ്റി പ്രൊജക്ട് നടപ്പിലാക്കി എംബാക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതിന്റെ എഗ്രിമെന്റ് ആയത്. എടുത്ത് വെച്ച് വായിച്ച് നോക്കണോ? അതിനെ കോപ്പി ആയത്. കൂടുതൽ അലറൊന്നും വേണ്ട. നിങ്ങളുടെ മുന്നിൽ ഞാനും ഇവളും വന്ന് യാചിച്ചതല്ലേ? ഫോൺ വിളിച്ച് കെഞ്ചിയതല്ലേ? അപ്പൊ നിങ്ങൾ എന്തോ കരുതിയത് ഇയാള് മാത്രമാണെങ്കിൽ മിടുക്കരെന്നോ? ഇയാളില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നോ? അങ്ങനെയൊന്നും തോറ്റു കൊടുക്കത്തില്ല ഞാൻ. യഥാർത്ഥ ഈശ്വരമംഗലത്തിന്റെ ചോരയാ എന്റെ ഞരമ്പിക്കൂടെ ഓടുന്നേ, അറിയാമോ? ഒരകന്ന ബന്ധം പോലും പറയാനില്ലാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് ഈശ്വരമംഗലം എന്നുള്ള കടലാസ് നെറ്റിയിൽ ഒട്ടിച്ചെന്ന് കരുതിയിട്ടെ അതിന്റെ പാരമ്പര്യമൊന്നും കിട്ടണമെന്നില്ല. ജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. ഇപ്പൊ കണ്ടോ, ജയിച്ചിട്ട് വന്ന് നിൽക്കുവാ ഞാൻ. ഒരുപാട് നിന്നങ്ങ് വീമ്പിളക്കല്ലേ നീ. നിന്റെ ഈ ജയമൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് അറിയൂ നിനക്ക്? അമ്മ മിണ്ടായിരിക്കെ. അവന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവൻ പറഞ്ഞിട്ട് പോട്ടെ. പറയാൻ വേണ്ടി തന്നെയാണോ വന്നത്? പറയുകയും ചെയ്യും, വന്നതുപോലെ എന്നെ തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഗതി ഇല്ലാതെ നടക്കുവാണല്ലേ ഇപ്പൊ. ഞാനും ആ ഗതിയിൽ എത്തണമെന്ന് തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം ഞങ്ങളുടെ കൂടെയാ. അതുകൊണ്ട് തന്നെയാ നിസ്സാരമായിട്ട് ആ പ്രൊജക്ട് പിടിച്ചടക്കാൻ ഞങ്ങൾക്കായത്. എനിക്കറിയായിരുന്നു നാവെടുത്ത് ഒരക്ഷരം മിണ്ടാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ മിണ്ടാട്ടം മുട്ടിയൊക്കെ നിന്നുപോയത്. ഇതാണ് പ്രണവ് ഗോപിനാഥന്റെ മിടുക്ക്. മനസ്സിലായി കാണുമല്ലോ ഗൗതമിന്. ഒരു കടലാസ് പ്രൊജക്ട് കൺസൾട്ടന്റ് ആയിട്ട് കൂടെ നിന്നോളാന്ന് ഒരു സമ്മതപത്രം. അത് ഒപ്പിട്ട് തരാൻ മനസ്സ് കാണിക്കാത്ത നിങ്ങക്ക് ഞാനിപ്പോ ഒരു ഓഫർ മുന്നോട്ട് വെക്കുക. 25,000 രൂപ സാലറി മേഡം അങ്ങോട്ട് എണ്ണി കയ്യിലോട്ട് അങ്ങോട്ട് വെച്ച് തരും. വരുന്നോ ശിവാനി എന്റർപ്രൈസസിലോട്ട്? നീയും വെറുതെ നിക്കണ്ട. ഗൗതമിന് പ്രണവ് കൊടുത്തത് ഒരു ഓഫർ ആണെങ്കിൽ നിനക്ക് ഞാൻ 2 ഓഫർ തരും. ഒന്നുകില് ശിവാനി എന്റർപ്രൈസസിലെ തൂപ്പ് പണി, അല്ലെങ്കിൽ നേരെ അങ്ങ് വീട്ടിലേക്ക് പോര്. എന്റെ ദാസിപ്പണി തരാൻ നിനക്ക്. മാസം വല്ല ചില്ലറ എടുത്ത് എറിഞ്ഞേരും മുന്നിലേക്ക്. ജീവിച്ചു പോട്ടെ. മതി പ്രണവേ, വാ നമുക്കിറങ്ങാം. അപ്പോ ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചൊരു തീരുമാനം ഓട്ടെടുക്ക്. എന്നിട്ട് എന്റെ ഓഫീസിലോട്ട് വന്ന അസിസ്റ്റന്റിനെ കണ്ടാ മതി. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി തരും. പോട്ടെ. എന്ത് വിഡ്ഢികളാണ് ഈ പിള്ളേര്. എന്നാലും നിങ്ങളുടെ ക്ഷമ സമ്മതിച്ചിരിക്കുന്നു.
എന്റെ കൺട്രോള് പോയി. ഇതെങ്ങനെ കടിച്ചു പിടിച്ചു നിന്നു? എന്റെ ഊഴം വരാൻ പോവാണമ്മേ. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നാൽ ഒട്ടും വൈകാതെ പ്രണവും ശിവാനിയും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും. ഗൗതം എന്തോ മനസ്സിൽ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നല്ലോ. മനസ്സിൽ കണ്ടു. അതിനു വേണ്ടിയുള്ള ചില നീക്കങ്ങളും നടത്തി. 500 കോടിയുടെ പ്രോജക്റ്റ് കിട്ടുമെന്ന് കരുതിയ CKCക്ക് ഇത് വലിയൊരു ആഘാതമായിരിക്കും. അയാൾ ഇറങ്ങും ഒരു യുദ്ധത്തിന്. ആ CKC വല്ല കുഴപ്പമുണ്ടാക്കോ മോനെ? അയാൾ അനങ്ങിയ സ്കെച്ച് ചെയ്യാൻ ഞാൻ ഹരീന്ദ്രനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹരീന്ദ്രനും അവന്റെ കൂട്ടുകാരും പ്രണവിനും CKCക്കും പുറകെ തന്നെയുണ്ട്.